അപ്പോൾ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കലാശപ്പോര് സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളികളെ പോലെ അങ്ങേയറ്റം ഫോമിലേക്ക് ഉയരും എന്നതിനാണ് ആരാധകരുടെ പ്രതീക്ഷ. അവിടുത്തെ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തവ അനിൽ, അവിടെ 2023 ICC ഫൈനലിൽ ഒരു ഓസ്ട്രേലിയമായ ഒരു കയ്പനുഭവം നമുക്കുണ്ട്. പക്ഷേ അതിപ്പോൾ ഓർക്കേണ്ട കാര്യമല്ല. നമ്മൾ ഇന്നിവിടെ കപ്പെടുക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ അനിൽ വാസ്തവ് നിൽക്കുന്നത്. അതെ ഹാഷ്മി, അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഞാനുമുള്ളത്, ഈ രാജ്യം ഒന്നടക്കമുള്ളത്. കാരണം അന്നത്തെ ആ തോൽവി, അതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. രോഹിത് ശർമ്മ തലകുനിച്ച് മുടങ്ങുന്നത് വ്യക്തിപരമായി ഇന്നും ഏറ്റവും സങ്കടമുള്ള കാഴ്ചകളിലൊന്നാണ്. അത് ഇന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശത്തിൽ, വലിയ പ്രതീക്ഷയിലാണ് 1 ലക്ഷത്തിലധികം വരുന്ന കാണികൾ ഇന്നും ഈ സ്റ്റേഡിയത്തെ ഒരു നീലക്കടലാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ധാരാളം ആരാധകർ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ദിവസം മുംബൈ വാങ്കഡയിൽ ടിക്കറ്റ് കിട്ടാതെ, ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഇല്ലെങ്കിൽ ബ്ലാക്കിലെങ്കിലും സാധനം സംഘടിപ്പിച്ച് കളി കാണുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ഒരു മലയാളി ആൻഡ്രൂ അന്നേ ഫൈനലിന് മുമ്പ് ടിക്കറ്റ് ഒപ്പിച്ചതാണ്. അത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ടിക്കറ്റിന്റെ തിളക്കത്തോടുകൂടി മത്സരം കാണാൻ വന്നിട്ടുണ്ട്. ആൻഡ്രൂ സെറ്റാണ്, പൊളിയ. ഹലോ അശ്മി ബ്രോ, മലയാളികളെ നമസ്കാരം. ഇന്ന് ഒരു നല്ലൊരു കളി കാണാനുള്ള പ്രതീക്ഷയിലാണ്. ഫേവറേറ്റ് ഇന്ത്യൻ ടീമാണെങ്കിലും നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ന്യൂസിലാൻഡിനെ. ന്യൂസിലാൻഡ് 3 പ്രാവശ്യം നമ്മളെ തോൽപ്പിച്ചു പോയ ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് കളിക്കും എന്നുള്ളതാണ്. 12th മാനായിട്ട് ഇവിടെ ഗാലറി ഉണ്ടാവും, ഞാനുണ്ടാവും, ആൻഡ്രൂ മാൻ ഉണ്ടാവും, എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാരും ഉണ്ടാവും ഇവിടെ. നമുക്ക് സച്ചിൻ്റെ വലിയ ആരാധകനെ അറിയാം, ധോണിയുടെ വലിയ ആരാധകനെ അറിയാം. അപ്പോൾ വേണമെങ്കിൽ സഞ്ജുവിൻ്റെ പെരിയ ഫാൻ, ചേട്ടൻ്റെ പെരിയ ഫാൻ അത് ആൻഡ്രൂ ആണെന്ന് പറയാം. ആൻഡ്രൂവിൻ്റെ ഈ മുടി, ഇതാണ് ഒരു ഹൈലൈറ്റ്. അന്ന് ആൻഡ്രൂ ഇനി ഏത് സ്റ്റേഡിയത്തിൽ പോയാലും ആൻഡ്രൂ കളറായിരിക്കും, അല്ലെങ്കിൽ ആൻഡ്രൂയെ നമ്മൾ മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറം ആൻഡ്രൂ വലിയൊരു ദൗത്യവുമായിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇത്തവണത്തെ ICCയുടെ മികച്ച താരമാവാനുള്ള വോട്ടെടുപ്പിൽ ഇത്തവണ നമ്മുടെ സഞ്ജു സാംസണുമുണ്ട്. അപ്പോൾ സഞ്ജുവിന് വോട്ട് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു ബാർകോഡുമായാണ് നടക്കുന്നത്. ആൻഡ്രൂ അങ്ങനെ നമ്മുടെ സഞ്ജുവിനെ ഇത്തവണ ഇന്ത്യയെ കിരീടമടിപ്പിക്കുന്നത് പോലെ തന്നെ സഞ്ജുവിനെ ടൂർണമെന്റിന്റെ താരമാക്കിയിട്ട് മടങ്ങും എന്നുള്ള തരത്തിലാണ് ആൻഡ്രൂ പോകുന്നത്. എന്തായാലും വലിയ വൈബ്. ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ആൻഡ്രൂ ബോ ഇവിടെ തന്നെ തുടരുക. നമ്മൾ കപ്പടിച്ചിട്ട് ഒന്നും കൂടെ സഞ്ജുവിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ചെയ്യാം. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആക്കണം. സഞ്ജുവിന് ഇന്ന് 4 കപ്പ് കിട്ടണം, പ്ലെയർ ഓഫ് ടൂർണമെന്റ് കിട്ടണം, പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടണം, എല്ലാം. പറയുന്നതൊക്കെ സത്യമാവട്ടെ, നാവ് പൊന്നാവട്ടെ. സഞ്ജു അടിക്കട്ടെ, സഞ്ജു ജയിപ്പിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ. ഇന്ന് കപ്പെടുക്കോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ ഇല്ല. ഇത്രയും കളിച്ച് സൗത്ത് ആഫ്രിക്കയുടെ ഒരു പരാജയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കളികളൊക്കെ അസാധ്യമായ കളിയായിരുന്നു. അതിന് സഞ്ജു വല്ലാത്തൊരു ഫോമിലേക്ക്, എല്ലാ പ്രഷറിനെയും അതിജീവിച്ചുകൊണ്ട് വല്ലാത്തൊരു ഫോമിലേക്ക് ഉയരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ 2 കളിയിൽ കണ്ടു. ഈ കളിയിലും അത് ആവർത്തിക്കും. 2023 ഒരു സങ്കടാനുഭവം അവിടെ ഉണ്ട്. പക്ഷേ ആ സങ്കടാനുഭവം മറയ്ക്കുന്ന ഒരു നല്ല വാർത്ത ഇന്ന് വൈകുന്നേരം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് വരും എന്ന തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.